ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ക്രിയേറ്റേഴ്സ് ആണ്. ഞാൻ എന്ന് പറയുന്ന വീഡിയോ ഉണ്ടല്ലോ ഭയങ്കര ഹാർട്ട് ടച്ചിങ്ങാ. അത് ഇയാളുടെ ക്യാരക്ടർ മരിച്ചതാണെന്ന് അറിയുമ്പോൾ കാണുന്ന എനിക്ക് ഭയങ്കര ഫീൽ ആയി പോയി. ഇത്രയും നാള് ആരും പറയാത്ത കുറെ ആൾക്കാർ എനിക്ക് മെസ്സേജ് പറഞ്ഞ് ഞാൻ കരയുന്നിട്ട് കൂടെ കരഞ്ഞു പോയി എന്ന് പറഞ്ഞു. ഉമ്മ അപ്പൊ എങ്ങനെയാ ഇപ്പൊ ആ ഒരു ഷൈനസ് ഒക്കെ മാറിയോ വീഡിയോയിൽ വരാൻ? ഇപ്പൊ എനിക്ക് ആ ഒരു നാടൊക്കെ മാറി ഊർജ്ജമൊക്കെ കിട്ടി. കുഴപ്പമില്ല, എന്റെ മോന് വേണ്ടിയല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു മോനെ ഞാൻ എന്നെ കൊണ്ടൊക്കുന്ന സപ്പോർട്ട് ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ മോനത് എനിക്ക് മേടിച്ചു തരാന്ന് പറഞ്ഞ സാരിയ പുതുമഴ വീഴണുണ്ടേ. നമ്മള് വീഡിയോസിൽ കാണാത്ത സാഗറിനെ കുറിച്ച് എന്താ ഉമ്മേന്ന് തുടങ്ങാം. അല്ലാണ്ട് വീട്ടിലെ സാഗർ എങ്ങനെയാ? വീട്ടിലെ സാർ എന്റെ നല്ല മോനാണ്. എനിക്ക് എന്റെ 3 മക്കളും ഒരുപോലെ തന്നെ. പക്ഷെ ദേവൻ എന്താ നമ്മള് സ്ക്രീനിൽ കാണാത്ത സാഗറിനെ കുറിച്ച് പറയാനുള്ള? ഞാനെന്നുള്ള വീഡിയോ എടുക്കാനാണ് അന്ന് ആദ്യമായിട്ട് കാണുന്നത്. അന്ന് സംസാരിച്ചപ്പോ ഭയങ്കര കെയറിങ് ആണ് ഫസ്റ്റ്. എന്ന് വെച്ചാ ഇപ്പൊ ഞാൻ പെങ്കച്ചല്ലേ, ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോ എന്റെ അമ്മ അടുത്തായാലും അവളോട് ചോദിച്ചാൽ എന്റെ സ്വഭാവം മനസ്സിലാവും. ഞാനുണ്ട് ഞാൻ അത്രക്കാരനല്ല. എന്റെ വീഡിയോയ്ക്ക് വേണ്ടി ഒരു കുട്ടിയെ കൊണ്ടുവരുമ്പോ അവരെ നോക്കേണ്ട ഫുൾ ഉത്തരവാദിത്തം എനിക്കല്ലേ. അവർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കാലം വെച്ച് ഞാൻ നിൽക്കും. കൊണ്ടുപോയാ പൊന്നെ പോലെ കൊണ്ടുപോയിട്ട് പൊന്നെ പോലെ കൊണ്ട് തിരിച്ചവിടെ ആക്കി കൊടുക്കും. പോണവരെ നോക്കിക്കും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ക്രിയേറ്റേഴ്സ് ആണ്. അതിൽ മെയിൻ ആള് മുഹമ്മദ് സാഗർ. പുള്ളിയുടെ കൂടെ വീഡിയോസ് ചെയ്യുന്ന കുറച്ച് ക്യൂട്ട് ഗേൾസും പിന്നെ ആളുടെ ഫാമിലിയും ഒക്കെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ. ഞാൻ വന്നപ്പോൾ മുതൽ ഇവർ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. ഇപ്പോൾ ടെൻഷൻ കുറച്ചൊക്കെ മാറിയോ? കുഴപ്പമില്ല. എന്താ ഞാനിങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ലാസ്റ്റ് ഇട്ട സീരീസിന്റെ ഏതോ ഒരു പാർട്ടാണ് ആദ്യമായിട്ട് എന്റെ ഫീഡ് വരുന്നത്. അപ്പൊ കുറെ കമന്റ്സും നമുക്കത് കാണുമ്പോ തന്നെ അതിന്റെ മുന്നേ എന്താണ് അതിന്റെ ശേഷം എന്താന്ന് അറിയാനൊരു ത്വരയുണ്ടാവും. അങ്ങനെ ഞാൻ എടുത്ത് നോക്കിയിട്ട് ഞാൻ എന്ന് പറയുന്ന സീരീസ് മുഴുവൻ കണ്ടു. പിന്നെയാണ് നിങ്ങളുടെ പ്രൊഫൈലില് കുറെയൊക്കെ ഞാൻ കണ്ടു. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ബീച്ചിലൊരു ഇൻസ്റ്റാ ലവ് അതാണ് തോന്നുന്നു ആദ്യമായിട്ട് കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നത്. ഇങ്ങനത്തെ ടൈപ്പ് ഒരു വീഡിയോ എനിക്കിങ്ങനെ ചെയ്യാൻ ആദ്യം ഒരു പേടിയായിരുന്നു, ആൾക്കാർ എങ്ങനെ എടുക്കുമെന്നേ. അപ്പൊ ഞാൻ ആദ്യം മറ്റേ കണ്ടന്റ് അതായത് കോമഡി ടൈപ്പാണ് ചെയ്തത്. അവസാനം എന്തോ എനിക്ക് അത് ചെയ്യുന്ന അത്ര താല്പര്യം ഇല്ലായിരുന്നു. കൂടുതൽ അഭിനയം വരുന്ന രീതിയിൽ ചെയ്യണമെന്ന് വെച്ചാണ് നിന്നത്. അപ്പോഴാണ് നമ്മളെ ഒരു ചേട്ടനുണ്ട്, ഞാൻ പറഞ്ഞില്ലേ മനുവേട്ടൻ, പുള്ളിയുടെ വൈഫ്, ഞാൻ പറയണത് ടെൻഷൻ, പുള്ളിയുടെ വൈഫാണ് വന്നിട്ട് നമുക്കൊന്ന് കണ്ടന്റ് മാറ്റി നോക്കാം. അതായത് ഞാൻ വീട്ടിൽ ഇരുന്ന് തന്നെ മറ്റേ ചെയ്ത് അത്യാവശ്യം ഞാൻ കുറേ ബ്രേക്കൊക്കെ എടുത്ത് അങ്ങ് റീച്ചൊക്കെ അങ്ങ് പോയി ഇതായിരുന്നു. അപ്പോൾ പുള്ളിയുടെ വൈഫ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കണ്ടന്റ് മാറ്റി നോക്കാം. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് രാവിലെ വിളിച്ച് കൊണ്ടുപോയി വീഡിയോ എടുത്ത് ദേവനെ കൊണ്ടുവന്ന് വീഡിയോ എടുത്ത് അതിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു കഥയാണ്. കുറേ പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട്, എങ്കിലും ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയ കഥയിൽ ചെയ്ത് ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ വലിയ റീച്ച് കയറിയില്ല. അത് തന്നെ ഞാൻ രണ്ടാമത്തെ പാർട്ടായിട്ട് ഇട്ട്. അപ്പം പ്രതീക്ഷകളെക്കാളും നല്ല രീതിക്ക് കയറി, എന്തോ 5 മില്യൺ എപ്പിസോഡിൻ്റെ കയറി. അപ്പോൾ ഒരുപാട് പേര് നല്ല നല്ല അഭിപ്രായം പറഞ്ഞ് ഇനിയും വീഡിയോസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത് വന്ന് പിന്നെ ഇവിടെ വെച്ച് 2-3 പാർട്ടൊക്കെ എടുത്തിട്ട് നമ്മൾ മനുവട്ടം തന്നെ പറഞ്ഞ് നമുക്ക് ഇത് തന്നെ നമുക്ക് തുടരാം, കുറച്ച് പാർട്ടൂടെയൊക്കെ എഴുതാമെന്ന് പറഞ്ഞ് നമ്മൾ രാത്രിയാകുമ്പോൾ പുള്ളിയുടെ ജോലി കഴിയുമ്പോൾ നമ്മൾ വിളിച്ച് സംസാരിക്കും. ചേച്ചിയായിട്ട് കോൺഫറൻസ് കോളിൽ വിളിച്ച് സംസാരിച്ച് സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് പുതിയൊരു, അതായത് കുറച്ചുകൂടെ ഒരു ക്രിഞ്ച്, അതായത് പ്രേമത്തിൽ കുറച്ച് ക്രിഞ്ച് വേണമല്ലോ എങ്കിലേ ക്ലിക്കാകത്തുള്ളൂ, കുറച്ച് ക്രിഞ്ചായിട്ടുള്ള രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ഞാൻ സ്റ്റോറി എഴുതിയപ്പം ഇവിടെ വെച്ചാണ് എനിക്ക് ഇവളെ ഓർമ്മ വന്നത്. അങ്ങനെ ചേച്ചിയെടുത്ത് പറഞ്ഞപ്പം ഇവർ രണ്ടും ചേച്ചിയുടെ കസിൻസാ. ഇവള് എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ ഇൻസ്റ്റയിൽ വെച്ച് പരിചയപ്പെട്ടതാ. ഇവള് വേറെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റോറി ഇഷ്ടപ്പെട്ട അവളൊന്ന് ചെയ്യും.
പിന്നെ അങ്ങനെയല്ല നമ്മളെ ചെയ്യും. അങ്ങനെ അവളെ വെച്ച് ചെയ്ത് അതും പ്രതീക്ഷകൾ നല്ലോണം കയറി വീഡിയോ നല്ല രീതിക്ക് അതാണ് മറ്റേ വീട്ടില് താമസിക്കാൻ അതല്ല അതിന് മുമ്പേ ഞാൻ ഒരു സാധനം ചെയ്തായിരുന്നു ട്രൂത്ത് ഓർ ഡെയർ. അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ ഞാൻ ഓരോ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇടുമ്പോഴും ഞാൻ എന്തായാലും ആ രീതിയിൽ ആക്ച്വലി ബെസ്റ്റിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ലേ? ബെസ്റ്റിക്ക് അതെ ഇഷ്ടമുണ്ടായിരുന്നു. അത് നമ്മളാക്കിയത് അങ്ങനെ. നിങ്ങള് കസിൻസ് ആണോ അപ്പൊ? ഓക്കെ. ദേവു എങ്ങനെ? എനിക്കൊന്ന് ദേവു ആണ് ഇപ്പൊ റീസെന്റ് ഈ ഒരു വീഡിയോയില് ജോയിൻ ചെയ്തത്. നിങ്ങളപ്പോ ഇൻസ്റ്റാ ഫ്രണ്ട്സ് ആയിരുന്നു? ഇൻസ്റ്റാ ഫ്രണ്ട്സാ. ഞാൻ വേറൊരാളുടെ കൂടെ പെയറായിട്ടാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരോം എന്ന് പറയുന്ന ചേട്ടനോടെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. വേറെ ഞാൻ പോയി അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നീട് ഞാൻ ഇൻസ്റ്റ വഴിയാണ് വിളിക്കുന്നത് തന്നെ. പിന്നീട് ഞാൻ പറഞ്ഞ് കണ്ടന്റ് ഓക്കെ ആണെങ്കിൽ ഞാൻ വരാം, കണ്ടന്റ് പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമാണെങ്കിലേ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ കാരണം അവരോട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ല, അപ്പം എല്ലാവരുടെയും കൂടെ പോയി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒരു ദിവസം വിളിച്ചിങ്ങനെ സംസാരിച്ച്, ഒരു ദിവസമല്ല കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കൊരു കണ്ടന്റ് പറയുന്നതും പിന്നെ അതെനിക്ക് ഇഷ്ടം. എനിക്ക് കൂടുതലും ഈ കരഞ്ഞ് അഭിനയിക്കുന്നതാണ് വരുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ, ബാക്കിയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, എന്നാലും ഇതാണ് എനിക്ക് കൂടുതലും നല്ല രീതിക്ക് പറ്റുന്നത്. അപ്പം അത് വിളിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ. ഉമ്മ എങ്ങനെയാ സാഗറിന്റെ വീഡിയോസിലേക്ക് വരുന്നത്? എൻ്റെ അടുത്ത് പറഞ്ഞു ഉമ്മച്ചി എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞുമ്മ എന്തായാലും എനിക്കിതൊന്ന് രക്ഷപ്പെട്ടേ പറ്റൂ, ഉമ്മച്ചി എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നേ പറ്റൂ. എനിക്ക് നാണമൊക്കെ ഉണ്ടായിരുന്നു. മക്കളെ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഉമ്മച്ചി നിന്നേ പറ്റൂ. അങ്ങനെ ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ ഒരു വീഡിയോയിൽ മുഖം കാണിക്കാം എന്ന് പറഞ്ഞു. അതാണല്ലോ വീട്ടിൽ താമസിക്കുന്നത് മോള് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു ഇനി എന്നെ നീ നിർബന്ധിക്കരുത്. അങ്ങനെ ഈ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് പറഞ്ഞു ഉമ്മച്ചി ഇതിനും കൂടെ ഒന്ന് നിന്നേ പറ്റൂ. അങ്ങനെ ഞാൻ പറഞ്ഞു ശരി ഇനി ഇതും കൂടെ നിൽക്കാം, പക്ഷെ ഇനി എന്നെ വിളിക്കരുത്. അങ്ങനെയാണ് ഇതിൽ നിന്നത്. പക്ഷെ ഞാൻ യഥാർത്ഥത്തിൽ എന്ന് വെച്ചാൽ അതിൽ കരയുന്നതൊക്കെ എനിക്ക് ആ സാരി എൻ്റെ ഉമ്മയുടെ സാരിയാണ് അതിൽ കാണിക്കുന്നത്. അപ്പോഴേ അത് ഉമ്മയൊക്കെ ഓർമ്മിച്ച് മറ്റേ ഫോട്ടോ കൂടെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിൽ നിന്ന് വന്ന സങ്കടമാണ്. റിയലായിട്ട് കരഞ്ഞതാണ്, അല്ലാതെ ഞാൻ അഭിനയിച്ചതല്ല. വെറുതെ ഇവിടുന്നാണ് ആ കഴിവ് കിട്ടിയേക്കുന്നത്. ഉമ്മയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നത്. ഓക്കെ. അപ്പോ ഞാൻ അത് ശരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ എന്ന് പറയുന്ന വീഡിയോ ഉണ്ടല്ലോ ഭയങ്കര ഹാർട്ട് ടച്ചിങ്ങാ. അത് ഇയാളുടെ ക്യാരക്ടർ മരിച്ചതാണെന്ന് അറിയുമ്പോൾ കാണുന്ന എനിക്ക് ഭയങ്കര ഫീൽ ആയി പോയി. ഉമ്മ സാരി നോക്കി കരയുന്ന സീനൊക്കെ നമ്മളൊട്ടും വിചാരിക്കുന്നില്ല. ഞാൻ വിചാരിച്ചു വീട്ടില് വഴക്കുണ്ടായിട്ട് ഇയാളെ വിട്ട് സോപ്പിടാൻ വേണ്ടി എന്തെങ്കിലും പരിപാടി ആയിരിക്കുന്നു. പക്ഷെ ലാസ്റ്റ് ആത്മാവായിരുന്നു എന്ന് പറയുമ്പോ എന്തൊരു ഫീല്. ഉമ്മ അപ്പൊ എങ്ങനെയാ ഇപ്പൊ ആ ഒരു ഷൈനസ് ഒക്കെ മാറിയോ വീഡിയോയിൽ വരാൻ? ഇപ്പൊ എനിക്ക് ആ ഒരു നാളെ മാറി ഊർജ്ജമൊക്കെ കിട്ടി. കുഴപ്പമില്ല, എൻ്റെ മോന് വേണ്ടിയല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു മോനെ ഞാൻ എന്നെ കൊണ്ടൊക്കുന്ന സപ്പോർട്ട് ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ ദേവു ഇപ്പൊ ഫസ്റ്റ് ഇൻസ്റ്റാ ലവ് എന്ന് പറയുന്ന സീരീസിലേക്കല്ലേ ആദ്യമായിട്ട് വരുന്നത്? അപ്പൊ അവര് ഇപ്പം സാഗർ കോണ്ടാക്ട് ചെയ്തപ്പോ എന്തായിരുന്നു? ഇഷ്ടമാണോ അഭിനയിക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്? അങ്ങനെ ഇഷ്ടമൊന്നുമില്ല, ഉണ്ടായിട്ടല്ല വന്നത്, ചേച്ചി വഴിയാണ് വന്നത്. ചേട്ടനെ അറിയത്തൊന്നുമില്ലായിരുന്നു, ചേച്ചി വഴി വന്ന് ഫസ്റ്റ് ടൈം ചെയ്തു. അപ്പോൾ ഇവളുടെ ഒരു പെണ്ണ് അനിയത്തിയുണ്ട്, പുള്ളിയായിട്ടാണ് ഞാൻ കമ്പനി, അവളുമായിട്ടാ കമ്പനി. ഇവള് വലിയ ജാടയെന്നാണ് വിചാരിച്ചിരുന്നത് പറയാലും. കാരണം നമ്മള് ചേച്ചിയായിട്ട് അവരെ വീട്ടിൽ പോയെങ്കിലും ഇവളങ്ങനെ എല്ലായിടത്തും പെട്ടെന്ന് അങ്ങനെയൊക്കെ പറയാം. ഇന്ത്യ ഭയങ്കര കൂട്ടായിട്ടോ, അങ്ങനെ കൈ തൂങ്ങി നടക്കും ആ ഒരു ഇതാ. പക്ഷെ അന്ന് അങ്ങനെ ഞാനൊരു കൃഷ്ണന്റെ വീഡിയോ, എനിക്ക് കൃഷ്ണനെ ഭയങ്കര ഇഷ്ടം, അപ്പൊ കൃഷ്ണന്റെ വീഡിയോ എടുത്തായിരുന്നു. അത് ഞാൻ ആദ്യം ഇവളെ കോണ്ടാക്ട് ചെയ്തത്. പക്ഷെ ഞാൻ ഇവള് സെയിം പൊക്കം, കൃഷ്ണൻ രാധയ്ക്ക് കുറച്ചുകൂടെ പൊക്കം കുറവല്ലേ, അപ്പൊ ആ ഇതിന് വേണ്ടി ഞാൻ പിന്നെ ഇവിടെ അടുത്ത് പറഞ്ഞ് ഇതാക്കിയിട്ട് ഞാൻ അതിൽ ചെയ്തു. അങ്ങനെ അപ്പം എങ്ങനെ ഇത് കോണ്ടാക്ട് ചെയ്ത സമയത്ത് ഈ ടേക്ക് ഒക്കെ ചെയ്യുന്ന കാരണം അതിലല്ലേ ഉമ്മയല്ലേ അതിൽ? അപ്പൊ എങ്ങനെയായിരുന്നു സമ്മതിച്ചെടുത്തത്? എങ്ങനെയാ പറ്റൂന്ന് അറിയത്തില്ലായിരുന്നു, അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി, അങ്ങനെ ചെയ്തു. ശരി. രോഹിണി എങ്ങനെയാ വന്നേ? ഇതേപോലെ ചേച്ചി കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, ഞാൻ പറഞ്ഞു എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല, ഞാൻ ചിരിക്കും. അപ്പൊ ചേട്ടൻ പറഞ്ഞു സാരമില്ല, അത് കുഴപ്പമില്ല, നമുക്ക് സെറ്റ് ആക്കാം. അങ്ങനെയാണ് ചെയ്തത്. അത് ആദ്യ വീഡിയോ ആണോ മറ്റേ വീട്ടിലെ ഗസ്റ്റ് ആയിട്ട്? ഇപ്പൊ ഞാൻ സീരീസ് ഇറങ്ങിയതിനു ശേഷം കുറെ ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കും പേഴ്സണലി കുറെ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ദേവുവിന് എന്തൊക്കെ അപ്രിസിയേഷൻസ്? കാരണം ഓൾറെഡി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, ആൾക്കാർക്ക് അറിയാം. പക്ഷെ എന്നാലും ഈ ഒരു സീരീസിന് ശേഷം ഇതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ
ഇത്രയും നാൾ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അവിടെ കൂടുതലായിട്ട് എല്ലാവരുമായിട്ട് നല്ല ക്ലോസ് ആയതുകൊണ്ടായിരിക്കും ഞാൻ കുറേ നേരം ഇങ്ങനെ താങ്ങി തൂങ്ങിയൊക്കെ നിൽക്കുമായിരുന്നു. പക്ഷെ ഇവിടെ പുതിയതായിട്ട് വന്നേയില്ലേ എന്ന് വെച്ചാൽ ഇവരുടെ സ്വഭാവം ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ആദ്യമായിട്ട് കാണുകയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ടേക്കൊന്നും എടുത്തില്ല, അപ്പോൾ തീർക്കും. എനിക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒറ്റ ദിവസത്തിലാണ് എൻ്റെ മൊത്തം എടുത്ത് തീർത്തത്. അപ്പോഴത്തേക്കും ഇടുന്ന വരെ എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ അത് അതിൻ്റെ ഔട്ട് വന്നപ്പോഴത്തേക്കും ഇത്രയും നാള് ആരും പറയാത്ത കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് പറഞ്ഞ് ഞാൻ കരയുന്നുണ്ട്, കൂടെ കരഞ്ഞു പോയി എന്ന് പറഞ്ഞു. അപ്പം നീ നല്ല രീതിക്ക് വരുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യും. കുറേ വന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ കൂടുതൽ വീഡിയോസ് നോക്കുമ്പോഴേ എവിടെയെങ്കിലൊക്കെ അമ്മ എന്നുള്ളൊരു സാധനം വരാറുണ്ടോ? എനിക്ക് എന്തോ എല്ലാ ഉമ്മയും പാപ്പായും അല്ലേ, അപ്പം എനിക്ക് കുറച്ച് കൂടുതലും ഇഷ്ടം വാപ്പാടെയാണ്, 1% കൂടുതൽ ഇഷ്ടം വാപ്പാടെയാണ് ഉമ്മ തോന്നല്. അത് ഞാൻ ഉമ്മയുടെ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടം. അപ്പൊ ഉമ്മച്ചീനെ എനിക്ക് ഇഷ്ടമാണ്, കാരണം ഉമ്മ മരിച്ച്. അപ്പൊ ആ ഉമ്മക്ക് ഭയങ്കര വിഷമം. ആ ഒരു വില എനിക്കപ്പോ മനസ്സിലായി എങ്ങനെയാണെന്നേ ഉമ്മയോടുള്ള. അപ്പോ എനിക്കും ഉമ്മ എന്ന് പറയുമ്പോൾ ഉമ്മനെ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ വഴക്കൂടില്ലേ, കുറച്ചേരം കഴിഞ്ഞാൽ ഞാൻ തന്നെ അങ്ങോട്ടൊന്നും മിണ്ടും. പക്ഷെ ഉമ്മ രണ്ടടിയൊക്കെ തരും, അടിയൊക്കെ ഇപ്പോഴും കൊടുക്കും, ഇപ്പോഴും തരും, അതിനൊന്നും ഒരു കാര്യമില്ല. നിങ്ങളിങ്ങനെ പറയാറുണ്ടോ? എനിക്ക് തോന്നുന്നു ഇപ്പൊ ദേവു ഇതിലല്ലേ വന്നേ, ഇപ്പൊ നിങ്ങൾ ഓൾറെഡി വീഡിയോസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ നിങ്ങളിങ്ങനെ പറയാറുണ്ടോ ഈ സ്ക്രിപ്റ്റ് വരുമ്പോ പക്ഷെ ഇത് എനിക്ക് തരായിരുന്നു എന്നൊക്കെ? അങ്ങനെയൊന്നുമില്ല, ഇല്ല. അവർക്ക് ഏതാണോ തരുന്നത് അത് ചെയ്യും. അവർക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണം, അവരുടെ ലക്ഷ്യം അതാ, ആ രീതിയാ. ഇപ്പൊ ദേവു ആണെങ്കിൽ പോലും ചേട്ടാ എങ്ങനെയുണ്ട്, ചേട്ടന് ഇഷ്ടപ്പെട്ടോ എന്നുള്ള രീതി നോക്കും. അവൾ അഭിനയിച്ച അവൾക്ക് ഇഷ്ടപ്പെട്ടാൽ പോലും ചേട്ടൻ ഓക്കെ ആണെങ്കിൽ എടുക്കാം അവള്, ആ രീതിയാ. അപ്പൊ ഇവര് 3 പേരായാലും സപ്പോർട്ടാ. ഇപ്പൊ ആദ്യം വന്നപ്പോ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ എങ്ങനെയുണ്ട് ഇവരുടെ കൂടെ? ഞാൻ ഇന്നാണ് ഇവരെ നേരിട്ട് കാണുന്നത്. ഞാനിങ്ങനെ ആദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ വരുമ്പം അവർക്ക് ഇഷ്ടമാവോ എന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചു. എനിക്ക് അവരുടെ ക്യാരക്ടർ അറിഞ്ഞൂടല്ലോ. അപ്പം പറഞ്ഞു അവരങ്ങനൊന്നും അല്ല എന്നിങ്ങനെ പറഞ്ഞു. അവരെന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഇതിനകത്ത് വന്നത് തന്നെ എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ അവർ നേരിട്ട് കാണുന്നത് ഇന്നാണ്, ട്രെയിനിൽ കയറുന്നിട്ടാണ്. ട്രെയിനിൽ ഇവിടെ എത്തുന്നവരെ വലിയ ഇതൊന്നും ഇല്ല, പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ 3 പേർക്കും ഒരേ ടെൻഷൻ. അപ്പൊ അങ്ങ് നന്നായി. അതായത് ഇവര് 3 പേർക്കും ഇത് വരില്ലെന്ന് പറഞ്ഞ ഇവര് കൂടെ 3 പേരുടെയും കൂടെ തന്നെ നടന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ എത്തിയപ്പം ഞാൻ അവന്മാരോടെ നടക്കുന്നു. അല്ലാണ്ട് ഇപ്പൊ ഇവരെങ്ങനെയുണ്ട്? ഇപ്പൊ സാഗർ, ഉമ്മ, സനയൊക്കെ സാധാരണയായിട്ട് നല്ല കമ്പനിയാണ്. ഉമ്മേനെ ഞാൻ അന്ന് വീഡിയോ എടുക്കണ ദിവസം ആണ് കാണുന്നത്. വേറൊരു സംഭവം നടന്നു. ഇന്ന് രാവിലെ കുട്ടിയെ വിളിക്കാനായിട്ട് പോയി. അപ്പൊ ഇവിടെ അമ്മയും ഉമ്മയും പണ്ട് പഠിച്ചിട്ടുള്ളതാ. ഇവിടെ യാത്രയാക്കാനായിട്ട് വന്ന് നിൽക്കുന്ന വീടിന്റെ മുമ്പ് കൊടയം പിടിച്ച് മഴയായിരുന്നു. അങ്ങനെ ഞാൻ കണ്ടിട്ട് എനിക്ക് എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ അമ്മയുടെ പേരെന്തായിരുന്നു. അപ്പൊ അമ്മയുടെ പേര് വന്നപ്പോ ഇത് എന്നോട് പഠിച്ചതാണ്. അതൊരു കണ്ടന്റ് ആയില്ലേ? ഓക്കെ. അപ്പൊ എങ്ങനെ ഈ സ്റ്റോറി ഡെവലപ്മെന്റ്, അതായത് കൂടുതലും ലവ് ആണ് ചെയ്യുന്നത്, പക്ഷെ അതിൽ കുറച്ച് ഇമോഷൻസും വരാറുണ്ടോ? അപ്പൊ എങ്ങനെ ഈ സ്റ്റോറി റിയൽ ലൈഫിൽ നിന്ന് ചീന്തിയെടുത്ത് എന്തെങ്കിലും? അല്ല അങ്ങനെയൊന്നുമല്ല. ഇൻസ്റ്റാ ലവ് ഒക്കെ? ഇൻസ്റ്റാ ലവ് അങ്ങനെയല്ല. ഞാന് എനിക്കും എന്ന് വെച്ചാൽ നമ്മളിപ്പം വെറുതെ അങ്ങ് ലവ് മാത്രം കൊണ്ടുപോയാൽ പറ്റൂലല്ലോ. സക്സസ് ആവുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളു ലവ് മാരേജ്. അപ്പൊ ഇതെന്ന് പറയുമ്പോ അങ്ങനെയല്ല, അങ്ങനെ ഉദ്ദേശിച്ചു ആൾക്കാരൊക്കെ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ച. അയ്യോ മൂക്ക് കയറും, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ച. മനസ്സിലായില്ലേ? അതാ അതിനിടയിൽ ചെറിയ ഇമോഷണലൊക്കെ വന്നാലേ ആ ഒരു ഫീല് കിട്ടത്തോളൂ. പക്ഷെ പലരും എനിക്ക് മെസ്സേജിൽ, ഞാൻ ഇപ്പം ഈ ഇടയ്ക്ക് ഞാൻ സീരീസ് ഒക്കെ ചെയ്തില്ലേ, ഞാൻ സീരീസ് അല്ലേ ഏതോ ഒരു സീരീസില് ഞാൻ ദേവും കൂടെ ഒരു സീരീസ് ചെയ്തായിരുന്നു. അത് ഏതായിരുന്നു? അവളല്ല, ബ്ലഡ് ഒക്കെ വരുന്നത് ഏതായിരുന്നു? അവളാണോ? അത് അവളാണല്ലേ? അതെ സംഭവം. സ്റ്റോറി ഞാൻ പേര് എഴുതത്തില്ല, സ്റ്റോറി ഞാൻ എഴുതത്തേ ഉള്ളു. എന്നിട്ട് ഇടാൻ നേരത്തെ ഇങ്ങനെ ചിന്തിച്ചിരിക്കും. അതായത് 5 മണിക്ക് വേണ്ടി ഇടുന്നത്, ഞാൻ 4:45 ഇങ്ങനെ പേരിങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് മനോട്ടിനെ അവിടെ വിളിക്കും. മനോട്ടിന് ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പറഞ്ഞു ഏതെങ്കിലും പറഞ്ഞ അങ്ങനെ അങ്ങ് പറയും. അപ്പൊ അങ്ങ് സെറ്റ് ആവും. അത് നോക്കും നമ്മള് ഒരു വീഡിയോയിൽ ഏതെങ്കിലും ഉൾപ്പെടുന്ന നോക്കും. ഈ ഇക്കാക്കാനായിട്ട് അടി കൂടാറുണ്ടോ? ഇല്ലേ? ലവിങ് ബ്രദർ ആണോ? എന്തൊക്കെ വാങ്ങി തരും?
എനിക്കെല്ലാം വാങ്ങി തരും, ഞാൻ പറയുന്നെല്ലാം വാങ്ങി തരും. ആണോ? ലാസ്റ്റ് എന്താ വാങ്ങിച്ചെന്നേ? ലാസ്റ്റ് എനിക്ക് ചെരുപ്പ്. ഇക്കാക്കയുടെ വീഡിയോസ് പോസ്റ്റ് ചെയ്തതിന് ശേഷം കാണാറുണ്ടോ? അപ്പൊ എന്താ തോന്നുക? എനിക്ക് നല്ല ഇഷ്ടമാവും. എന്നിട്ട് എന്താ പറയാ, കൊള്ളാന്നൊക്കെ പറയും? ഓ. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് വീഡിയോയാ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉമ്മയുടെ പുറത്തൊക്കെ വെള്ളം ഒഴിക്കുന്നതൊക്കെ. അത് ഈ സെക്കൻഡ് ലാസ്റ്റ് സീരീസ്, സെക്കൻഡ് ലാസ്റ്റ് തേർഡ് എപ്പിസോഡ്. ഡ്രഗ്സിന്റെ അതാണ് കൂടുതൽ ഇഷ്ടമായത്. ഈ സ്കൂളില് ഫ്രണ്ട്സ് ഒക്കെ കാണാറുണ്ടോ വീഡിയോസ് ഒക്കെ? ഓ. അവരെന്താ പറയാ? അവർക്ക് നല്ല ഇഷ്ടമാവും. എന്താ, ആരെ കുറിച്ചാ പറയാ? ഇക്കാക്കയുടെ വീഡിയോ കൊള്ളാം, അല്ലെങ്കിൽ സനയുടെ സൂപ്പർ എന്നൊക്കെ പറയും. അല്ല, ഇക്കാടെ വീഡിയോ കൊള്ളാന്ന് പറയോ? ടീച്ചേഴ്സ് ഒക്കെ കാണാറുണ്ടോ? ഓ, ടീച്ചർ ലൈക്ക് പഠിച്ച്. ഈ നമ്മള് വീഡിയോസിൽ കാണാത്ത സാഗറിനെ കുറിച്ച് എന്താ ഉമ്മേന്ന് തുടങ്ങാം. നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം കാണുന്ന സാഗർ ആക്ട് ചെയ്യുന്ന വീഡിയോസ് ഇടുന്ന, അല്ലാണ്ട് വീട്ടിലെ സാഗർ എങ്ങനെയാ? വീട്ടിലെ സാർ എന്റെ നല്ല മോനാണ്. അയ്യോ, ഇത് ആക്ച്വലി ഭയങ്കര പ്രൗഡാട്ടോ. കാരണം നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് പേരൻസ് ഇങ്ങനെ പറയുന്നത് ഭയങ്കര പ്രൗഡാ. എനിക്ക് എന്റെ 3 മക്കൾ ഒരുപോലെ തന്നെ. പക്ഷെ ഇല്ല, ഞങ്ങൾ ഇതിങ്ങനെ സൂം ചെയ്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ കൊടുക്കും. സന്തോഷം കൊണ്ടാ. അല്ല, ഞാനും ഉമ്മയും പെട്ടെന്ന് ഇതാവും, ഇമോഷണൽ ആവും. ഞാനാവും, പക്ഷെ ഞാൻ പുറത്ത് കാണിക്കത്തില്ല, ഞാൻ ഉള്ളിലും ഒതുക്കും. പക്ഷെ ഉമ്മ എന്ന് പറയണ പെട്ടെന്ന് കരയും, അതാണ് സംഭവം. പെട്ടെന്ന് സന്തോഷ കണ്ണീരാ. ചെറിയൊരു കാര്യം പെട്ടെന്ന് അതുപോലെ തന്നെ അവനും. അതുകൊണ്ട് വീഡിയോസിൽ കരയാൻ കുറച്ച് ഈസിയാണ്. അങ്ങനെ യൂസ് ചെയ്യാറുണ്ടോ? ഇല്ല, ഗ്ലിസറിൻ യൂസ് ചെയ്യാറില്ല. ഇല്ല, ഇങ്ങനെ ഫീൽ ചെയ്ത് കരയും. ഞാനത് സംഭവം വെച്ച് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ഞാൻ 2 കണ്ണൂട്ട് ഇങ്ങനെ ആക്കി ചെയ്യും. പക്ഷെ അത് ദോഷമാണ്, ആരും അങ്ങനെ ചെയ്യല്ലേ. ആക്കിയിട്ട് ഇതാക്കിയാണ് ചെയ്യുന്നത്. ഇനി ഗ്ലിസറിൻ യൂസ് ചെയ്യണം, കാരണം എല്ലാവരും പറയണം ഗ്ലിസറിൻ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കണ്ണിന് ദോഷമാണ് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ആക്കുമ്പോൾ ചുമക്കും കണ്ണ്. ചുമന്ന് കഴിഞ്ഞാൽ പിന്നെ അഭിനയിക്കാൻ കുഴപ്പമില്ല, എത്ര വേണമെങ്കിലും അഭിനയിക്കും, അത് പ്രശ്നമില്ല എനിക്ക്. ഇവനെന്ന് പറഞ്ഞാൽ പിന്നെ കുഞ്ഞിലെ തൊട്ടേ എൻ്റെ ബാക്കിൽ തൂങ്ങി നടക്കും. എന്തൊരാവശ്യത്തിനായാലും ഇവന് ഞാൻ വേണം. എന്തിന് എവിടെ പോയാൽ ഇപ്പോഴും അതുപോലെ തന്നെ. ഉമ്മച്ചിയും കൂടെ വരണം, ഉമ്മച്ചിയും കൂടെ വരുമോ എങ്കിലേ ഞാൻ പോണോളൂ, ഇങ്ങനെ പറയത്തുള്ളൂ എപ്പോഴും. അതാണ് ഞാൻ പറഞ്ഞ നല്ല മോനാണെന്ന്. അത് കൊച്ചിലെ തൊട്ടുള്ള ഇത് ഇപ്പോഴും അവനതുണ്ട്. ഞങ്ങൾ എവിടെയെങ്കിലും ഫംഗ്ഷന് പോയാലും ഞാൻ അവിടെ നിന്നാലും ഇങ്ങനെ നോക്കും ഇടയ്ക്കിടയ്ക്ക്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അത് എപ്പോൾ നോക്കിയാലും എന്തെങ്കിലും പരിപാടി നടക്കും. ഞാൻ ബാക്കി ഇരിക്കുകയാണെങ്കിൽ എപ്പോഴും ഈ തിരിഞ്ഞോട്ടോണ്, അങ്ങോട്ട് തിരിഞ്ഞിരിയണം ഇപ്പോഴും ആ സ്വഭാവം. വീഡിയോ കണ്ടോണ്ടിരിക്കണെങ്കിൽ ഞാൻ ഇങ്ങനെ കണ്ണി നോക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വരും കേട്ടാ, അതും കൂടെ പറയണല്ലേ. ഭയങ്കര വായാണ്, നല്ല ദേഷ്യം വരും. അപ്പൊ ഞാനും വയലന്റ് ആവും. 10 മിനിറ്റ് ഞാൻ പിന്നെ എല്ലാം തീരും. അപ്പോഴേ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, എന്താന്ന് അറിഞ്ഞു. പക്ഷെ അത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അറിയില്ല, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് പിന്നെ പെട്ടെന്ന് തണുക്കും. എന്നിട്ട് അയ്യോ ഞാൻ അറിയാതെ മച്ചി പറഞ്ഞു സോറി മാന്ന് പറഞ്ഞു വരും. ഇവന്റെ സ്വഭാവം അറിയാവുന്നോണ്ട് എനിക്ക് അറിയാം പെട്ടെന്ന്. ഞാൻ പറഞ്ഞു ക്ഷമ വേണം. എന്ത് ചെറിയ ഇവന്റെ അനിയന്റെ കൂടെ അത് തന്നെ. ഇവന്റെ കൂടെ ഉടക്കിട്ട് കഴിഞ്ഞാൽ പോട്ടടാ, ഞാൻ അറിയാതെ പക്ഷെ ഞാൻ അങ്ങോട്ടേന്ന് മിണ്ടും. അതായത് ഞാനും അവനും 2 രക്തമാണെങ്കിലും പക്ഷെ നമ്മുടെ സ്വഭാവം ഒരേ കണക്കാ. അവനും പെട്ടെന്ന് ദേഷ്യം വരും, ആരോമല്ലേ പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷെ നമ്മളെ അങ്ങ് തണുക്കും. ദേവൻ എന്താ നമ്മള് സ്ക്രീനിൽ കാണാത്ത സാഗറിനെ കുറിച്ച് പറയാനുള്ളത്? സത്യത്തില് ആദ്യമേ എന്നെ ഒരു കൃഷ്ണന്റെ വീഡിയോ എടുക്കാൻ വിളിച്ചെന്ന് പറഞ്ഞില്ലായിരുന്നു. സംഭവം എന്നെ ഇങ്ങനെ വിളിച്ച് ഞാനങ്ങനെ പോകത്തില്ല. പിന്നെ ഇങ്ങനെയാണ് സംഭവം, അങ്ങനെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തിനാ ചെയ്ത് അതിനുള്ള കോസ്റ്റ്യൂമും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തങ്ങ് വെച്ച്. എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഞാനിങ്ങനെ റെഡിയായി നിൽക്കാം. എടേ നമ്മളെ ഹൈറ്റ് അങ്ങോട്ട് ചേരുന്നില്ല. ഞാൻ പറഞ്ഞു ഇതിനെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, വീഡിയോ കണ്ടില്ലേ ഉള്ളൂ. അപ്പം നല്ല ഇച്ചിക്കൂടെ പൊക്കും. നിന്നെ വീഡിയോയിൽ വെച്ച് കണ്ട ഒരു ഇതിൽ എനിക്ക് നീ എൻ്റെ അത്ര ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അത്ര മാച്ച് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം എനിക്ക് അപ്പം എന്തിനിത് പറയുന്നത്, അപ്പം വലിയ കൂട്ടില്ല. അങ്ങനെ അപ്പോൾ ഒരിതുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ നേരിട്ട് സംസാരിച്ചപ്പോൾ
അന്ന് ഈ ഞാനെന്നുള്ള വീഡിയോ എടുക്കാനാണ് അന്ന് ആദ്യമായിട്ട് കാണുന്നത്. അന്ന് സംസാരിച്ചപ്പോ ഭയങ്കര കെയറിങ് ആണ് ഫസ്റ്റ്. എന്ന് വെച്ചാ ഇപ്പൊ ഞാൻ പെങ്കച്ചല്ലേ, ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോ എന്റെ അമ്മ അടുത്തായാലും അവളോട് ചോദിച്ചാൽ എന്റെ സ്വഭാവം മനസ്സിലാവും. ഞാനുണ്ട് ഞാൻ അത്രക്കാരനല്ല. അല്ല, എന്റെ വീഡിയോയ്ക്ക് വേണ്ടി ഒരു കുട്ടിയെ കൊണ്ടുവരുമ്പോ അവരെ നോക്കേണ്ട ഫുൾ ഉത്തരവാദിത്തം എനിക്കല്ലേ. അവർക്ക് എന്തൊരാവശ്യം ഉണ്ടെങ്കിൽ എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മൾ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കാലം വെച്ച് ഞാൻ കൂടുതലും നിൽക്കും. കൊണ്ടുപോയാ പൊന്നെ പോലെ കൊണ്ടുപോയിട്ട് തിരിച്ചു പൊന്നു പോലെ കൊണ്ട് തിരിച്ചവിടെ ആക്കി കൊടുക്കും. പോണവരെ നോക്കിക്കും. അത് ഇവരാണെങ്കിലും അത് തന്നെ. ഇവരാണെങ്കിലും ഞാൻ ചെന്നെടുക്കും, പൊന്നുപോലെ കൊണ്ടുവരും, അതേപോലെ കൊണ്ടാക്കും. 2 തമാശയൊക്കെ പറയും, അതേപോലെ കൊണ്ടാക്കും. ഞാൻ എന്തിനു പറഞ്ഞാലും ചിരിക്കും കേട്ടോ. ഇവരെ എന്താ പറയാൻ കോമഡി നിങ്ങളുടെ പഠിക്കല്ലേ രണ്ടുപേരും? നിങ്ങളുടെ ക്ലാസ്സിലെ സാഗറിന് ഫാൻസ് ഒക്കെ ഉണ്ടോ? കോളേജിൽ എന്താ അവരൊക്കെ വന്ന് പറയാം? ചേട്ടന്റെ അഭിനയം നല്ലതാണ്, കാണാൻ നല്ലതാണ്. എന്നിട്ട് കണ്ണിന്റെ ഇത് പറയും, അഭിനയിക്കാനൊക്കെ നന്നായിട്ട് അറിയാം, അങ്ങനെയൊക്കെ പറയും. എന്നാൽ ഇവര് ഭയങ്കര കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്, സ്റ്റോറി എഴുതി വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ചെറിയൊരു ടാസ്ക് തരാം നിങ്ങൾക്ക് 4 പേർക്കും. ഞാൻ ഒരു സിറ്റുവേഷൻ പറയാം, സ്പോർട്ടിൽ ആക്ട് ചെയ്യണം. ഓക്കെ, സാഗർ ലവറാണ്, നിങ്ങൾ രണ്ടുപേരും സാഗറിന്റെ ഗേൾ ഫ്രണ്ട്സ്. അപ്പൊ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ 3 പേരും ഒന്നിച്ച് വന്നു. കുറച്ച് കഴിയുമ്പോൾ സിസ്റ്ററാണ് സാഗറിന്റെ, എൻ്റർ ചെയ്യണം. ഇഷ്ടമുള്ള പോലെ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാം. വേണമെങ്കിൽ സാഗറിന്, കാരണം സിസ്റ്ററിന് അറിയാം ഇക്കാക്ക കുറച്ച് കോഴിയാന്ന്, അപ്പൊ 2 പേരും ഗേൾ ഫ്രണ്ട്സ് ആണെന്ന് അറിയാം. വേണമെങ്കിൽ ഇക്കാക്കാനെ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പണി കൊടുക്കാം. ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അഭിനയിക്കണോ? അതായത് 2 പേരും ഇപ്പൊ ഞാൻ പറയാം, സാഗറും ഈ ദേവും ഒരു കഫേയിൽ ഇരിക്കുന്നു, ഈ ദേവ് പെട്ടെന്ന് വരുന്നു. അതായത് മെയിൻ ചിക്ക് അല്ല മെയിൻ അത് നിങ്ങൾ തീരുമാനിച്ചു. കാരണം നിങ്ങൾ 2 പേരും വിചാരിച്ചിരിക്കണ നിങ്ങൾ മെയിൻ അല്ലേ, നിങ്ങൾക്ക് പരസ്പരം അറിയില്ലല്ലോ. അപ്പം എനിക്ക് 2 പേരുണ്ട്, 2 പേരുണ്ട്. അറിയുന്നില്ല അത്, ഇവളറിയുന്നില്ല ഇത്. ഇല്ല, നിങ്ങൾ 2 പേരും ഒരു കഫേയിൽ വന്നിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോ ഈ ദേവ് വരും. അപ്പൊ സ്വാഭാവികമായിട്ട് ഫ്രണ്ടാന്ന് പറയാം, വേണമെങ്കിൽ ദേവുന് അത് വിശ്വസിക്കാം, അല്ലെങ്കിൽ ഈ ദേവുന് സംശയിക്കാം. ഇപ്പൊ തന്നെ എല്ലാം കൂടി കുളം കലക്കാം, അല്ലെങ്കിൽ നിനക്ക് ഈസി ആയിട്ട് ഇവരെ പറ്റിക്കാം. കുറച്ച് കഴിയുമ്പോ അനിയത്തി വരുന്നു ഫ്രണ്ട്സ് ആയിട്ട്. അപ്പൊ നിങ്ങളൊക്കെ എന്താ ഇവിടെ അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ സിറ്റുവേഷൻ കണ്ടിട്ട് നൈസായിട്ട് എസ്കേപ്പ് ആവാം. നിങ്ങൾ ഇരിക്കാം, ചായ കുടിച്ചോ? സാഗർ എന്നോട് എന്തോ അത്യാവശ്യമാണെന്ന് പറഞ്ഞത് ഇതിനാണോ? അല്ല, ഇതെന്റെ ഫ്രണ്ടാ. ഇതെന്റെ ഫ്രണ്ടാ. ഫ്രണ്ടോ? ഇതാരാ? നീ ആരാ? പറയാം. എന്താ പറയാ? ഏട്ടാ, നിങ്ങൾ ഇവിടെ ഇരിക്കുമായിരുന്നോ? ഇതാരാ? സാഗറിന്റെ ഫ്രണ്ട്. അപ്പൊ ഞാനാരാ? ഗേൾ ഫ്രണ്ട്. സാഗർ ഇത് ഗേൾ ഫ്രണ്ട്. ഞാനാരാ? ഫ്രണ്ട്. അപ്പൊ അതാരാ? ഞാൻ പറയാം. എന്ത് പറയാ? ഇപ്പൊ പറയണം. സോറി. എന്ത് സോറി? സോറി. പാവം കൊച്ചു, ഇതിനെ കൂടെ പറ്റിക്കായിരുന്ന. തുടരുത് ദേവ്, പ്ലീസ്. ഓഡിഷനോട് ഞാൻ അങ്ങനെ അഭിനയിച്ചിട്ടില്ല. കൊള്ളാവോ? കാരണം ഫാദർ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വന്ന പോലെ ഇപ്പൊ കൊടുത്തതാട്ടോ. ഇനി ആൾക്കാർ വിചാരിക്കും നമ്മള് നേരത്തെ പ്രിപ്പയർ ചെയ്തത്. പക്ഷെ കൊള്ളാലേ. കുറച്ചുകൂടെ നമുക്കിപ്പം ഓഡിഷൻ ആയാലും 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ടൈം തരും. കുറച്ചുകൂടെ ആലോചിക്കുകയാണെങ്കിൽ എന്തെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പം 2 സൈഡിൽ നിന്ന് ആരാ മെയിനെന്ന് പോലും അറിയാൻ പറ്റും. ഞങ്ങളല്ല. ഓക്കെ, കൊള്ളാം. ഞാനാണിക്കാൻ പറയും, ചേട്ടനെന്താ 2 പേരായിട്ടോ നിങ്ങൾ ഒന്നിച്ചാണോ? ഓക്കെ, ഓഡീഷനൊക്കെ പോവാറുണ്ടോ? നേരത്തെയൊക്കെ പോകാറുണ്ടായിരുന്നു, ഇപ്പോഴും പോവാറുണ്ട്. പക്ഷെ ഒരുപാട് ഓഡിഷൻസ് എത്തുന്നില്ല നമ്മളടുത്തേക്ക്.
മൂവിയിലൊക്കെ എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരെ കാണുമ്പം സ്വാഭാവികമായിട്ട് ഞാനായിരുന്നെങ്കിൽ എന്നും പറഞ്ഞ് ഞാൻ ഈ തിയേറ്ററിൽ നിന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ സംസാരിക്കൂലേ, അതേ കണക്ക് ഞാൻ അവിടെ നിന്ന് ആക്ട് ചെയ്ത് നോക്കും. അപ്പോൾ ആ സ്പോട്ടിൽ ഇങ്ങനെ ഫോട്ടോ വെക്കും. അപ്പം ഈ രീതി പക്ഷെ ഒരു ദിവസം ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റട്ടെ. എനിക്ക് തോന്നുന്നു ഇപ്പൊ സിനിമയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എല്ലാ ഏത് സിനിമ എടുത്താലും ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഒരാളെങ്കിലും എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ നാളെ ഒരിക്കൽ സാഗറിനെ നമ്മൾ ഈ ഒരു ഇന്റർവ്യൂ പോലെ ഒരു ഫിലിം പ്രൊമോഷൻ ഇരിക്കാം അല്ലേ? ഓക്കെ. ഉമ്മയ്ക്ക് ഇപ്പോ ആദ്യമേ ഇഷ്ടമായിരുന്നു ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോ? ഇപ്പൊ നോർമലി കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്റ്റാർട്ടിങ് സമയത്ത് വീട്ടിൽ വലിയ സപ്പോർട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ എന്തിനാ വീഡിയോസ് ഒക്കെ എടുക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നീട് ആൾക്കാർ നമ്മൾ ചെയ്യുന്നത് നല്ലതാണെന്ന് ആളുകൾ അംഗീകരിക്കുമ്പോൾ ഓക്കെ എൻ്റെ മോൻ അല്ലെങ്കിൽ മോള് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ചിന്ത വരും. ഉമ്മയ്ക്ക് ആദ്യമേ ഇഷ്ടമായിരുന്നോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല സപ്പോർട്ടെല്ലാം ഞാൻ കൊടുത്തത് അവന് ഞാനാണ്. അത് ഒരുപാട് ചിലവുകളില്ലേ ഓരോ സാധനങ്ങൾ മേടിക്കുന്നതിനും, ഫോണായാലും മൈക്ക്, അങ്ങനെയുള്ള അവൻ്റെ റൂമിൽ യൂട്യൂബ് ചെയ്യുന്നപ്പോഴത്തേക്ക് റൂമൊക്കെ സെറ്റ് ചെയ്താലൊക്കെ ഒരുപാട് പൈസയായി. അപ്പം അതിന് വേണ്ടിയുള്ള എല്ലാം ഞാനാണ് അവന് ചെയ്തു കൊടുക്കുന്നത്. അന്നൊന്നും വാപ്പൊക്കെ താല്പര്യം ഇല്ലായിരുന്നു. ഞാൻ വിളിച്ച് വാപ്പ കാണാതെ അറിയാതെയൊക്കെ അവനെ ഒരുപാട് പൈസയായിട്ടൊക്കെ സഹായിച്ച് അവൻ അങ്ങനെ തന്നെ മുന്നോട്ട് വന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കൊച്ചിയിലോട്ട് അത് ചെയ്തത്. അപ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ആയാലും നമ്മളെ നാട്ടുകാരായാലും സ്വന്തക്കാരായാലും എന്നെ വിളിച്ചിട്ട് ആ മോൻ്റെ വീഡിയോ കണ്ട് സൂപ്പറായിരുന്നു പറഞ്ഞപ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ എൻ്റെ ബന്ധുക്കളായാലും എൻ്റെ അനിയത്തിയും മക്കളൊക്കെ വീടിനടുത്ത് താമസമുണ്ട്, അവരൊക്കെ നല്ല സപ്പോർട്ടാണ്. കുട്ടിയമ്മ എടുത്ത് പറയേണ്ട ആളാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട് കുട്ടിയമ്മ ഞാനിപ്പോൾ വീഡിയോ ചെയ്തിരിക്കുന്ന സാഗറെ വീഡിയോ ചെയ്യുന്നില്ലേ, പോയി വീഡിയോ ചെയ്യ്, അങ്ങനത്തെ ഒരു ഇതാണ്. എങ്ങനെയെങ്കിലും ഇതാവണം എന്നുള്ള മൈൻഡാണ്. കുട്ടിയമ്മ ആയാലും കുട്ടികളുടെ 2 മക്കളാണ് കസിൻസ്, പാത്തു ആയാലും നൗഫലായാലും അവർ ഭയങ്കര സപ്പോർട്ടാണ്. കുട്ടിയമ്മ എൻ്റെ വീഡിയോ കണ്ടിട്ട് പറയും ഇത് കത്തും. ലാസ്റ്റ് ഇട്ട വീഡിയോ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ മനുവട്ടെ, പുള്ളിക്കാരൻ കണ്ടിട്ട് പറഞ്ഞു ഇത് പൊളിയാ, ഇത് സെറ്റാ, പൊളേ ഓയ്. നമ്മൾ അങ്ങനത്തെ ഒരു കമ്പനി കേട്ടാ. ഇത് പറഞ്ഞിട്ട് കുട്ടിയുമായി ഇങ്ങനെയാണ്. കുട്ടിയുമായി ഇത് കണ്ടിട്ട് പറയും ഇത് സെറ്റാ, ഇത് കത്തും. ഞാൻ ഏതൊരു വീഡിയോയിലും കാണിച്ചെടുക്കും. ഇപ്പൊ ദേവനോട് ചെയ്ത ആദ്യത്തെ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ മറ്റേ, അതും കണ്ടിട്ട് ഇത് കത്തും, ആ രീതിയിൽ തന്നെ പറഞ്ഞത്. ഇവളോട് ചെയ്തത് അത് തന്നെ. നിങ്ങൾക്ക് ചെയ്തതില് രോഹിണിയുടെ ഫേവറേറ്റ് വീഡിയോ ഏതാ? എന്താ സ്റ്റാർട്ട് ചെയ്ത് അത് പെട്ടെന്ന് ക്ലിക്കായി. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ, അത് പെട്ടെന്ന് ക്ലിക്കായപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പ്രതീക്ഷിക്കാതെ കിട്ടിയത്. ഇപ്പൊ എന്താ അതിനുശേഷം ഇപ്പോ കണ്ടിന്യൂസ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ഫേസ് രജിസ്റ്റർ ആയല്ലോ, അപ്പൊ ഇങ്ങനെ വേറെ ഓപ്ഷൻസ് ഓഡീഷൻസ് അങ്ങനെയൊക്കെ വരാറുണ്ടോ? ഓഡീഷൻസ് ഒരാൾ ചോദിച്ചിങ്ങനെ റീൽ എടുക്കാം. അപ്പൊ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് പിന്നെ എനിക്ക് കംഫോർട്ട് ചേട്ടനുമായിട്ട് ചെയ്യുന്നതാണല്ലോ, വേറെ ആരും എനിക്ക് അറിയത്തില്ല. അപ്പൊ കംഫോർട്ടായിട്ടുള്ള ഒരു പ്ലേസ് നിൽക്കുന്നതാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടു കേട്ടോ, എനിക്ക് എടുത്തു പറയേണ്ട ഒരാളുണ്ട്, എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. പുള്ളിക്കാരി ഇപ്പോൾ ഗൾഫിലാണ്, റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പം സെറ്റായി, ജൂണിൽ കല്യാണമുണ്ട്. അവനാണ് ഫസ്റ്റ് തൊട്ട്, അതായത് ഞാൻ വീഡിയോ എടുക്കണം സമയം തൊട്ട് മഴയാണെങ്കിലും വെയിലാണെങ്കിലും വന്ന് വീഡിയോ എടുത്തു തരും. കാര്യങ്ങളെല്ലാം ഭയങ്കര സപ്പോർട്ട്. എൻ്റെ കളിക്കൂട്ടുകാരനാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ പോലും മച്ചാനെ നീ റെഡിയാവും മച്ചാനെ, ആ ഒരു രീതി ഭയങ്കര സ്നേഹമാണ് എൻ്റെ അടുത്ത്. പക്ഷെ പുറത്ത് കാണിക്കത്തില്ല, ഞാൻ പുറത്ത് കാണിക്കുന്ന കേട്ടോ. ഞാൻ അവനെ എത്ര വഴക്ക് പറഞ്ഞാലും ഉപദ്രവിച്ചാലും അവൻ അങ്ങനെയൊന്നും അല്ല. ഭയങ്കര സ്നേഹമാണ്. എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ അവൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറയുന്നത്. വീഡിയോയെ കുറിച്ചായാലും ആദ്യം അവനെ എടുത്തു, പിന്നെ അവൻ ഗൾഫിൽ പോയി, ഇതുകൊണ്ട് പോയി. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇനിയിപ്പം എന്ത് ചെയ്യും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഭയങ്കര വിഷമമായിരുന്നു. ആ രീതിയൊക്കെ ഉണ്ട്. പിന്നെ ആലോചിച്ച് വരും, നല്ല അവരൊക്കെ ഉണ്ടല്ലോ. എന്നാലും അവനോട് എനിക്ക് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. കൊച്ചിലോട്ട് ഞാനും അവനുമായിരുന്നു അവിടുത്തെ സെയിം ഏജും ആ ഒരു ഇതും. അത് തന്നെ. ദേവുന് ഏതായിരുന്നു ഫേവറേറ്റ് വീഡിയോ? കാരണം ദേവ് കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഫസ്റ്റ് ചെയ്ത് ഊമയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് അഭിനയിക്കാനെന്ന് പറഞ്ഞുകൂടാ, എങ്കിൽ ഫസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് 5 million ആയി. അപ്പം നല്ല സന്തോഷമായിരുന്നു. അറിയത്തില്ലല്ലോ, അപ്പം പെട്ടെന്ന് ചെയ്തപ്പോഴത്തേക്ക് അത് കേറി. അപ്പൊ ചേട്ടന് സന്തോഷമായി. എന്താ അപ്പൊ ദേവുന് ഇതുപോലെ ഓഡിഷൻസോ അല്ലെങ്കിൽ ഇപ്പൊ വേറെ ചെയ്യാനൊക്കെ വിളിക്കാറുണ്ട്. പോവാറുണ്ടോ? പോയില്ല. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.